ഗൈസ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ പലരും പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വിഷയത്തെക്കുറിച്ചിട്ടാണ്. അതെ, നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ടാണ്. സ്ത്രീകളുടെ ശരീരഘടന, ബ്രസ്റ്റ് സൈസ്, അതുപോലെ വജൈനൽ സ്ട്രക്ചർ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മെയിൻലി ഫോർ വുമൺ ആണ്. പുരുഷന്മാർ ഈ വീഡിയോ കാണുന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു എതിരഭിപ്രായവും ഇല്ല. ഓഫ് കോഴ്സ് യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. പക്ഷേ ഇപ്പോൾ വജൈന, ബ്രസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉമ്മാക്കും എൻ്റെ പെങ്ങൾക്കും എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഒക്കെ ഉണ്ട്. അവർ ഇതൊക്കെ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇതൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവരൊക്കെ എത്ര ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ വാച്ച് ദിസ് വീഡിയോ. അതല്ലാതെ സ്ത്രീയുടെ മാറിടം അല്ലെങ്കിൽ വജൈന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേക്കും അതൊക്കെ ഒരു സെക്സ് ഓർഗൻ ആണ്, ഇതൊക്കെ സെക്ഷലി ലേബൽ ചെയ്യേണ്ടുന്ന സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഈസ് നോട്ട് റിയലി മെന്റ് ഫോർ യു ഗൈസ്. പ്ലീസ് ലീവ്. ഇപ്പം തന്നെ നിങ്ങളത് ഒഴിവാക്കി പോവുക. കാരണം ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഇരുന്നാണ്. ഇത്തരം വീഡിയോസ് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടാറുണ്ട് എന്ന് എനിക്കറിയാം. അതുമാത്രമല്ല ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടെയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വൈ ഷുഡ് വി ടോക്ക് അബൌട്ട് ദിസ് എന്നുള്ളതിന് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു ഉത്തരം പറഞ്ഞുതരാം. ടീനേജിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു അവസരമൊന്നും കിട്ടാത്ത കുട്ടികൾ പരസ്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനത്തേതാണ് ഒരു പെർഫെക്റ്റ് ബോഡി എന്ന് തെറ്റിദ്ധരിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് വരാനായിട്ടുള്ള ഒരു ടൈം ഉണ്ടാവും, അല്ലെങ്കിൽ അവരത് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതാം. പക്ഷേ ഒരു 40ലും 50സിലൊക്കെ നിൽക്കുന്ന സ്ത്രീകൾക്ക് പോലും സ്വന്തം ബോഡിയിലുള്ളത് നാച്ചുറൽ ആണ്, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ഇന്ന ചേഞ്ചസ് വരുന്നത് ഇറ്റ്സ് ഓക്കെ എന്നുള്ള കാര്യം അവർക്ക് അറിയുന്നില്ല. അവരറിയാത്തത് മാത്രമല്ല, അവരുടെ ഹസ്ബൻഡ്സ് ആണെങ്കിലും ഈ പറയുന്ന പോൺ വീഡിയോസ് അല്ലെങ്കിൽ മറ്റുള്ള സൈറ്റിലുള്ള അല്ലെങ്കിൽ ഈ പരസ്യങ്ങളിൽ കാണുന്ന സ്ത്രീകളെയൊക്കെ വെച്ചിട്ട് സ്വന്തം ഭാര്യയെ കമ്പയർ ചെയ്യാണ്. അപ്പം നമ്മൾ കുട്ടികളുടെ അടുത്ത് അവർക്കൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം, നിങ്ങളെ പാരൻസ് ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് ആസ് എ ലൈഫ് സ്റ്റൈൽ ട്രെയിനർ ഞാനത് പറയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പാരൻസ് പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാമെന്നുള്ളത്. പക്ഷെ കുട്ടികൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണെങ്കിലും ഈ പറയുന്ന ബോഡീനെ കുറിച്ചുള്ള ഒരു റൈറ്റ് ആയിട്ടുള്ളതായിരിക്കില്ല, പലതും ആഡ്സ് ആയിരിക്കും. സോ നമ്മളിതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള എന്താണ് ശരിക്കും നമ്മുടെ ബോഡിയിൽ നടക്കണേ എന്നുള്ള കാര്യങ്ങൾ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് സംസാരിച്ച് തുടങ്ങേണ്ടുന്ന, എല്ലാവരും ഒന്ന് അറിഞ്ഞു തുടങ്ങേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. കുറേ ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ സംസാരിക്കുന്ന ആളുകളുടെ എല്ലാം വീഡിയോൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒത്തിരി പേര് അതിനെക്കുറിച്ച് നെഗറ്റീവ് പറയാറുണ്ട്. എന്താണ് ഇതിന് മാത്രം നെഗറ്റീവ് പറയാനുള്ളത്? നിങ്ങളുടെ കണ്ണ്, മൂക്ക്, ചുണ്ട്, കാത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ബോഡി, ഹോൾ ബോഡി നമ്മൾ ടേക്ക് കെയർ ചെയ്യും, നമുക്ക് അറിയാൻ ചെയ്യേണ്ടുന്നൊരു വിഷയമാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഒരു 10-20ഓളം മേ ബി നിങ്ങൾ സീരിയസ് ആണെന്ന് വിചാരിക്കാത്ത ഒരു 10-20ഓളം അൺനോൺ ഫാക്ട്സ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാനായിട്ട് പറ്റും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബോഡിയെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ പല ആളുകളുടെയും വിചാരം എന്താ വെച്ചാൽ നമ്മുടെ മുഖത്ത് മാത്രമാണ് കുരു വരുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ മുഖക്കുരു വരുന്നത് പോലെ തന്നെ നമ്മുടെ ബോഡിയിലും ബാക്ക് ആക്നെ, പുറത്ത് വരും കുറേ മുഖക്കുരു പോലത്തെ കുരുക്കൾ, കയ്യിൻ്റെ കക്ഷത്തിൻ്റെ താഴെ വരും, അതുപോലെ നമ്മുടെ ഈ ബ്രാ ഇടുന്നതിൻ്റെ സ്ട്രാപ്പിൻ്റെ താഴെ വരുന്ന ആൾക്കാരുണ്ട്, വയറിൻ്റെ മേലെ, പൊക്കിളിന് ചുറ്റും, വയറിൻ്റെ താഴെ, ഇപ്പോൾ സി സെഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ താഴെ, വയർ മടങ്ങി നിൽക്കുന്ന താഴെ, അങ്ങനെ കുറേ ഭാഗങ്ങളിലായിട്ട് ബോഡി ആക്നെ വരുന്ന കാണാറുണ്ട്. അപ്പോൾ പല ആൾക്കാരും അതൊരു ഹൈജീൻ കുറവായിട്ടൊക്കെ കാണുന്ന ആൾക്കാരുണ്ട്, പുറത്ത് പറയാൻ മടിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആൻഡ് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ, അതായത് ഹോർമോണൽ വ്യത്യാസം കൊണ്ട് നമുക്കിത് സംഭവിക്കാറുണ്ട്. പല ആളുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ പീരിയഡ്സിൻ്റെ കുറച്ച് മുന്നേയൊക്കെ ആയിട്ടായിരിക്കും ഈ പറയുന്ന ബോഡി ആക്നെ ഒരുപാട് ഉണ്ടാവാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വേർക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല ഇറുകിയ പോളിസ്റ്റർ, അതായത് ബ്രീത്തബിൾ അല്ലാത്ത മെറ്റീരിയലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കൂടുതലും നിങ്ങളുടെ ബോഡിയിൽ ഇത്തരത്തിലുള്ള ബോഡി ആക്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതല്ലാണ്ട് സംഭവിക്കും കേട്ടോ. നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ആണല്ലോ. അത് മാത്രമല്ല ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയതുകൊണ്ട് തന്നെ ഡെഡ് സ്കിൻ സെൽസ് പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. ഈ ഡെഡ് സ്കിൻ സെൽസ് ഒന്നും പുറത്ത് പോകുന്നുമില്ല. അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഈ പോഴ്സ് ഒക്കെ ക്ലോഗ് ആവും. ഇനി പോഴ്സ് ക്ലോഗ് ആവുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ തലമുടി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ അതിലുള്ള ഡാൻഡ്രഫ്, അഴുക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലോട്ട് വരും. ഈ ബോഡി എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിനെ അടപ്പിക്കും. ഇപ്പോൾ ഇത് അടയ്ക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അത് വീണ്ടും നമുക്ക് ഇങ്ങനെ കുഞ്ഞു ബോഡി ആക്നേസ് അല്ലെങ്കിൽ ബംസ് ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണം. പിന്നെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് സാലിസിലിക് ആസിഡ് ഉള്ള ഏതെങ്കിലും ഒരു ബോഡി വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വല്ലപ്പോഴും എങ്കിലും നിങ്ങൾക്കൊന്ന് ബോഡി സ്ക്രബ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഹെവി വെയിറ്റ് ആയിട്ടുള്ള ബോഡി ലോഷൻസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ നിങ്ങൾ ബോഡിയിൽ ഇടുന്നതിനേക്കാളും ഒരു ലൈറ്റ് വെയിറ്റ് ഫോർമുല നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബോഡി ആക്നേക്കും ഒരു സമാധാനം കിട്ടും. പിന്നെ ബോഡി ഓഡേഴ്സ് ഒക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടമാനം ഫ്രാഗ്രൻസ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും വല്ല ആലം സ്റ്റോണോ അല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നിങ്ങൾ ചുടുവെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ ഈ ബോഡി
ഡിസോർഡർ ഒരു പരിധി വരെ നിൽക്കും, കുറഞ്ഞു കിട്ടും. പിന്നെ നിങ്ങളുടെ ബോഡി ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. നമ്മുടെ ബോഡി നമ്മുടെ ശരീരത്തെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾക്കൊരു വേർപ്പിൻ്റെ മണം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. നിങ്ങൾ എന്ത് ഫ്രാഗ്രൻസ് യൂസ് ചെയ്തില്ലെങ്കിലും നമ്മുടെ ബോഡിക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള സ്മെല്ലുണ്ട്. അപ്പോൾ അതൊരു ബാഡ് സ്മെല്ലാവാതെ നമ്മൾ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇടയ്ക്ക് ദിവസേന കുളിച്ചാൽ തന്നെ ധാരാളം മതി. എപ്പോഴും നമ്മുടെ ബോഡീനെ ഇങ്ങനെ പെർഫ്യൂംഡ് ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കേണ്ടെന്ന കാര്യമില്ല. പിന്നെ കയ്യിൻ്റെ കക്ഷത്തുള്ള പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് ഒരു കറുത്ത കളറൊക്കെ വരുന്നത് നിങ്ങൾ ഷേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് കോമൺ ആയിട്ട് വരുന്നതാണ്. അതല്ലാഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രിക്ഷൻ കൊണ്ട് കയ്യിൻ്റെ താഴത്ത് കയ്യിൻ്റെ കക്ഷത്തിൽ ഈ പറയുന്ന കറുത്ത കളർ വരും. പിന്നെ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൻ്റെ കക്ഷത്തിൽ രോമങ്ങൾ നിങ്ങൾ റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം നിങ്ങളുടെ അവിടെ ബാക്ടീരിയ ഫോം ആവുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം നിങ്ങൾക്കൊരു വേർപ്പിൻ്റെ സ്മെല്ല് വരും. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്, കുറച്ച് ലൂസ് ആയിട്ടുള്ള ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നിങ്ങളവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ വെള്ളം എണ്ണമയം ഒക്കെ കറക്റ്റായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വേർപ്പിനെ നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ആലം സ്റ്റോൺ യൂസ് ചെയ്താലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ ബാഡ് സ്മെല്ലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾ ഫ്രാഗ്രൻസ് യൂസ് ചെയ്യേണ്ടെന്ന കാര്യമില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ ബംസ് വരും, ആക്നെ വരും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഇതൊന്നും പലരും പുറത്ത് പറയാനായിട്ട് പോലും മടി കാണിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ പുറത്ത് പറയാൻ വേണ്ടി ഏറ്റവും മടിക്കുന്ന ഒരു കാര്യമാണ് ബട്ടക്സ് ആക്നെ. നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറേ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കോമൺ, നിങ്ങൾക്ക് ബട്ടക്സിൽ ആക്നെ വരിക എന്നുള്ളത് കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ബ്രീത്തബിൾ ആയിട്ടുള്ള ഇന്നവേഴ്സ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടക്സിൽ ആക്നെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാൻറ്റീസ്, ആ വെറ്റ് ആയിട്ടുള്ളൊരു പാൻറ്റീസാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടക്സിൽ ആക്നെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന പോലെ ബട്ടക്സിൽ ആക്നെ വരാൻ സാധ്യതയുണ്ട്. ഫ്രിക്ഷൻ കൊണ്ട് വരാം, കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇരുന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്രിക്ഷൻ കൊണ്ട് വരാം. അതല്ലെങ്കിൽ ഇപ്പോൾ കട്ടിയുള്ള പാൻറ്റ്, നമ്മൾ ജീൻസ് പോലത്തെ പാൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് എപ്പോഴും അവിടെ റബ്ബിങ് സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ബോഡി ആക്നെ, ഈ ബട്ടക്സ് ആക്നെ വരാം. അതല്ലാതെ ഹോർമോണൽ ആക്നെ ആയിട്ട് ബട്ടക്സിൽ ആക്നെ വരാം. അപ്പോൾ ബോഡിയിൽ ആക്നെ വരുന്ന പോലെ തന്നെ ബട്ടക്സിൽ ആക്നെ വരുന്നത് ഇറ്റ്സ് റിയലി കോമൺ തിങ്. അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ എപ്പോഴും ഡ്രൈ ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മളൊരു പേഴ്സണൽ ഇൻറ്റിമേറ്റ് ഏരിയ ഹൈജീൻ നമ്മൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പല ആൾക്കാരും ഈ pH ബാലൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ കുറേ സോപ്പ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മളവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾക്ക് ഒരു pH യൂസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വി വാഷ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഏരിയയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് മേൽവശത്ത് യൂസ് ചെയ്യുക. നമ്മുടെ വജൈനൽ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. ഉൾവശം ഓട്ടോമാറ്റിക്കലി തനിയെ പടച്ചോൻ അങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തനിയെ അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മുടെ ബട്ടക്സ് ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അവിടെ വേർപ്പ് വരുന്നതിനനുസരിച്ച് നമ്മളവിടെ ഡ്രൈ ആക്കി വെക്കാനും ക്ലീൻ ആക്കി വെക്കാനും നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ പറയുന്ന ബട്ടക്സ് ആക്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തൊരു വലിയ കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബ്രസ്റ്റ് സൈസിനെ വെച്ചിട്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു 40+ ഉമ്മമാർ വരെ മക്കളുടെ ബ്രസ്റ്റ് സൈസിനെ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കംപ്ലൈൻറ്റ് പറയാറുണ്ട്. ഒരു ബ്രസ്റ്റ് ചെറുതാണ്, ഒരു ബ്രസ്റ്റ് വലുതാണ്, ചിലത് നല്ലോണം ചെറുതാണ്. ചില ആൾക്കാർ ഒരു നല്ലോണം ചെറുതാണ് എൻ്റെ കുട്ടിക്ക്, അവൾക്ക് തീരെയില്ല. ചിലർ പറയും എൻ്റെ മോളുടെ ഭയങ്കര വലുതാണ്. അങ്ങനെയൊക്കെ. ഇതിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുന്നേ ഒരു വീഡിയോ ബ്രസ്റ്റ് സൈസ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ്ലി പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല സർജറിയും ചെയ്യേണ്ടി വരും. ഇപ്പം നിങ്ങൾ മസാജ് ചെയ്യുന്ന സമയത്ത്, പാക്സ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ കാണുന്നുണ്ടെങ്കിലും ബ്രസ്റ്റ് സൈസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ജനറ്റിക്സ്, മോസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം ജനറ്റിക്കലി അത് ഡിസൈൻഡ് ആണ്. ഇപ്പം നിങ്ങളുടെ കാരണന്മാർക്കൊക്കെ ഭയങ്കര വലിയ സൈസ് ആണെങ്കിൽ മേ ബി നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. കാരണന്മാർക്കൊക്കെ ഭയങ്കര ചെറിയ സൈസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ബോഡിയിലുള്ള ഹോർമോൺസിനെ, നിങ്ങളുടെ ബോഡിയുടെ വെയിറ്റിനെ, നിങ്ങളുടെ ബോഡി ഏത് സ്ട്രക്ചറിൽ ഇരിക്കണം എന്നുള്ളതിന് അതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ബ്രസ്റ്റ് സൈസ് മാറിക്കൊണ്ടിരിക്കും. ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്ത്രീകൾക്ക് ഓരോരുത്തർക്കും പല ടൈപ്പ് ഓഫ് ബോഡിയാണ്. ചിലരുടെ കർവ് ആയിരിക്കും, ചിലരുടെ പിയേഴ്സ് ഷേപ്പ് ആയിരിക്കും, ചിലരുടെ ബട്ടക്സ് കുറച്ച് വലുത്, ബ്രസ്റ്റ് കുറച്ച് വലുത്, ബോഡി മൊത്തം സ്ലിം. ചിലർക്ക് ബട്ടക്സും അതുപോലെ ബ്രസ്റ്റും വളരെ ചെറുതും ബോഡി മൊത്തം ചേർത്തിട്ടും. ചിലരുടെ ഇങ്ങനെ കൂന്നിട്ടുള്ള ഫേസ് ആയിരിക്കും, ചിലരുടെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ചിലരുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ഭയങ്കര ഗ്യാപ്പ് ഉണ്ടാവും, ചിലരുടെ ബ്രസ്റ്റിന് ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ല. ഇങ്ങനെ പല തരത്തിലുള്ള ബോഡി ഷേപ്സ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഒരു ബോഡി ഷേപ്പ് പെർഫെക്റ്റ്, അടുത്ത ബോഡി ഷേപ്പ് പെർഫെക്റ്റ് അല്ല, അങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മുടെ ബ്രസ്റ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. നമ്മുടെ പോലെയുള്ള ഒരുപാട് ആളുകൾ വേറെ ഉണ്ടാവും. പിന്നെ ഈ രണ്ട് ബ്രസ്റ്റും ഒരേപോലെ ഷേപ്പിൽ ഉരുണ്ട് നിൽക്കുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ
ഒക്കെ നിങ്ങൾ പരസ്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും മേ ബി ഉണ്ടാവുമായിരിക്കാം. ബട്ട് അത് മാത്രമാണ് ബ്യൂട്ടി, നിങ്ങളുടേത് ഒരിക്കലും ബ്യൂട്ടി അല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊന്നും അതെന്തോ ഒരു കുറവാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളിൽ ഇഞ്ചെക്ട് ചെയ്യേണ്ടെന്ന കാര്യമില്ല. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങളുടെ ഒരു ബ്രസ്റ്റ് ചെറുതും ഒരു ബ്രസ്റ്റ് വലുതുമാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. അതിനകത്ത് വല്ല കല്ലപ്പോ അല്ലെങ്കിൽ വല്ല സ്വെല്ലോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വല്ല ഡിസ്ചാർജോ അല്ലെങ്കിൽ പീച്ച് വന്ന സമയത്ത് വല്ല പഴുപ്പോ കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾ ബേജാറാവേണ്ട കാര്യമുള്ളൂ. അല്ലാണ്ട് ഇടത്തെ ബ്രസ്റ്റ് വലുതും വലത്തെ ബ്രസ്റ്റ് ചെറുതുമാണ്, അതുകൊണ്ട് എനിക്ക് രണ്ടും പാടെ ഒരേ സൈസിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പെടാപ്പാട് പറഞ്ഞ കാര്യമില്ല. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങൾക്ക് ബ്രസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെ മതി. ഓക്കെ, നിങ്ങൾ മെയിൻലി നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ പ്രഷറിനും നിങ്ങൾക്ക് ആ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഇനഫ്. അതിൻ്റെ സൈസ് ഒരു മാറ്റർ ആയിട്ട് നിങ്ങൾ കാണുക അല്ലെങ്കിൽ ബേജാറാവുകയോ ചെയ്യേണ്ടെന്ന കാര്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ അതൊരു ബ്യൂട്ടി സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുനടക്കുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ കൂട്ടിയേ പറ്റൂ അല്ലെങ്കിൽ കുറച്ചേ പറ്റൂ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നോക്കുക എന്നല്ലാതെ ഈ പറയുന്ന ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കി ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ DIY ചെയ്യുകയാണെങ്കിലും കൂടെ വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറയുന്ന പാക്കോ കാര്യങ്ങളോ ഇടുക, അല്ലെങ്കിൽ ഒരു ഓയിൽ മസാജ് ചെയ്യുക, അല്ലെങ്കിൽ അക്യുപ്രഷർ പോയിന്റ്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യുക, അതൊക്കെ ഒന്നും വലിയ കുഴപ്പമുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബട്ട് നിങ്ങൾ ഈ പറയുന്ന മെഡിസിൻസ്, ഇൻടേക്ക് ചെയ്യുന്ന മെഡിസിൻസ് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ 10,000 തവണ ആലോചിക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് പിന്നീട് ലോങ് റണ്ണിൽ നിങ്ങളെ വലിയ പ്രശ്നങ്ങളിലോട്ട് എത്തിക്കാൻ ചാൻസ് ഉണ്ട്. ബ്രസ്റ്റ് സൈസ് പോലെ തന്നെ നമ്മുടെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ വജൈനയുടെ ഷേപ്പ് അല്ലെങ്കിൽ വോൾവയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു രണ്ട് കാര്യം ഭയങ്കര കൺഫ്യൂഷനാണ്. പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വജൈന എന്താണ് വോൾവ എന്താണെന്ന് പോലും അറിയില്ല. വജൈന എന്ന് പറയുന്നത് നമ്മളുടെ ആ ഉള്ളിലോട്ടുള്ള കനാൽ സൈഡിലുണ്ടല്ലോ, ഉള്ളിലോട്ട് പോകുന്ന ഭാഗം, അതാണ് വജൈന. വോൾവ എന്ന് പറയുന്നത് നമ്മുടെ വജൈനയുടെ ഓപ്പണിങ്, ആ ഒരു എന്താ പറയുക, നമ്മൾ ഇതള് അങ്ങനെയൊക്കെ പറയില്ല, ആ ഒരു സംഭവമാണ് ശരിക്കും വാൾവ എന്ന് പറയുന്നത്. പുറത്ത് പറയാനും വയ്യ, എന്നാൽ പിന്നെ ഉള്ളിലാണെങ്കിൽ ഒരു ലോഡ് ഡൗട്ടും ഉണ്ട്, ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അങ്ങനെ പറഞ്ഞിട്ട് ഏജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വരെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ് വജൈനയുടെ ഷേപ്പ് അല്ലെങ്കിൽ വോൾവയുടെ ഷേപ്പ്, അതിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്. സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യാത്ത ഒത്തിരി 40s-ലും 50s-ലും ഇരിക്കുന്ന സ്ത്രീകളെ എനിക്ക് ഇപ്പോഴും അറിയാം കേട്ടോ. ഈവൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, എന്തിന് ഞാൻ വരെ അങ്ങനെയൊക്കെ പറയുന്ന ഒരാൾ തന്നെ ആയിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ച് നല്ലപോലെ പഠിക്കാൻ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ ഒന്നും ഇതൊരു സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും നമ്മുടെ സ്കൂളിൽ പ്രൊവൈഡ് ചെയ്യാത്തതെന്നുള്ളത്. അതൊക്കെ തന്നിരുന്നെങ്കിൽ നമ്മളൊന്നും ഇത്രമാത്രം അനുഭവിക്കില്ലായിരുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഒത്തിരി ഇൻസെക്യൂരിറ്റി ഫീലിങ്സ് ആണ് ഈ പറയുന്ന സ്ട്രക്ചറിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ തൊടയിടുക്കിലുള്ള കറുപ്പിനെ കുറിച്ചിട്ട്, വജൈനൽ ഏരിയയിലുള്ള കറുപ്പിനെ കുറിച്ചിട്ടൊക്കെ. അവിടെയൊക്കെ ഒരു ഡാർക്ക്, കുറച്ചൊരു സ്കിന്നൊന്ന് ഡാർക്ക് ആവുക എന്നുള്ളതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇത് എന്തോ ഒരു കുറച്ചിലാണെന്ന് വിചാരിച്ചിട്ട് നടക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്യൂബേർട്ടി, അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പീരിയഡ്സ് ഒക്കെ ആവുന്ന ഒരു സമയം മുതൽക്കേ അവിടുത്തെ ഡിസ്കളറേഷൻ തുടങ്ങും. അവിടെ ഹെയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ കൊണ്ട് അവിടെ കറുത്ത കളർ വരാനായിട്ട് ചാൻസ് ഉണ്ട്. തൊടയുടെ ഇടുക്കിൽ കറുപ്പ് കളർ വരും. ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പരസ്യത്തിലൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത്, ഇപ്പം ഈ ഇന്നോവേഴ്സിൻ്റെ ഒക്കെ പരസ്യമുള്ള സമയത്ത് അവരുടെ ഒന്നും അവിടെ തൊടയിടുക്കിലൊന്നും കറുപ്പ് കളർ ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽറ്റേഴ്സ് ആവാം, ക്രീംസ് ആവാം, മേക്കപ്പ് ആവാം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് അവരത് കവർ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അവർ വല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ബട്ട് ഇതൊക്കെ നോർമൽ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാധനമൊക്കെ എടുക്കാം. വജൈനൽ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിലോട്ടുള്ള കെയർ നമ്മൾ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. അതിലോട്ടുള്ള പ്രോഡക്ട്സ് ഒന്നും നമ്മൾ അധികം ഇൻസേർട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒന്നും ഉള്ളിലോട്ട് കൊടുക്കാതിരിക്കുക. കാരണം വജൈന എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ക്ലീൻ ചെയ്യുന്നതാണ്. നിങ്ങൾ പുറത്തൊരു ഭാഗം നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ pH ബാലൻസ് ചെയ്ത് പോകുന്ന എന്തെങ്കിലും ഒരു ക്ലീനിങ് ഉപയോഗിക്കാം നിങ്ങൾക്ക്. റിയലി നിങ്ങൾ ഇഫ് യു നീഡഡ് എന്നുള്ള തോട്ട് വരുന്നുണ്ടെങ്കിൽ. പിന്നെ വജൈനയിലെ സ്മെല്ല്, വജൈനയിലെ ഡിസ്ചാർജ്, ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ ചെറിയ സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു നാച്ചുറലി നിങ്ങളുടെ ബോഡിക്ക് ഒരു സ്മെല്ല് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ വജൈനയ്ക്ക് ഒരു സ്മെല്ലുണ്ടാവും, നിങ്ങളുടെ ബോഡിക്ക് ഒരു സ്മെല്ലുണ്ടാവും. അത് ഒരു വൃത്തികെട്ട മണമല്ല, അല്ലെങ്കിൽ ഒരു നോർമൽ സ്മെല്ലാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അത് തന്നെ എന്തോ ഒരു തെറ്റാണെന്ന് കരുതിയിട്ട് നിങ്ങൾ അവിടത്തേക്ക് പെർഫ്യൂംസ് ഒന്നും യൂസ് ചെയ്യേണ്ടെന്ന് ഒരാവശ്യമില്ല. ഇറ്റ്സ് കോമൺ, അതൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഓക്കെ, ഇനി നിങ്ങളുടെ ഇപ്പോൾ ഡിസ്ചാർജിന് എന്തെങ്കിലും ഒരു സ്മെല്ല് വരികയാണ്, അതൊരു ഗ്രീൻ കളറോ അല്ലെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളറോ ഒക്കെയാണ് അതിനകത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഭയങ്കര ബാഡ് സ്മെല്ലായിട്ട് നിങ്ങളുടെ വജൈന സ്മെല്ല് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കാണിക്കണം. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്ന എന്താ പറയുക, എന്തിനേലും നമ്മുടെ നാച്ചുറൽ സ്മെല്ലിനെ വരെ നിങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ വജൈനൽ ഏരിയ അല്ലെങ്കിൽ നിങ്ങളുടെ വോൾവ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആയിരിക്കും. ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒന്ന് പുറത്തോട്ട് കർവി ആയിട്ടുണ്ടാവും, ചിലപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുണ്ടാവും. ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്തോ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്.
ഇത് കുറേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് രണ്ടും ഒരേ സൈസിലേ നിൽക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കും, ഐ മീൻ ഭയങ്കര വൈറ്റ് കളറായിരിക്കും അല്ലെങ്കിൽ ക്രീം കളറായിരിക്കും, നിങ്ങളുടെ ബോഡിയുടെ കളർ തന്നെ ആയിരിക്കും എവിടെ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സാധനമില്ല. നമ്മുടെ ബോഡിയിൽ പല ഭാഗങ്ങൾക്കും പല കളറാണ്. അത് സാധാരണ മനുഷ്യന്മാർക്കൊക്കെ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കെയർ ചെയ്യുക, മറ്റേ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുക, ഇഞ്ചെക്ഷൻസ് എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പിഗ്മെൻറ്റേഷൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ട് ഈവൺ ആയിട്ട് നിൽക്കും. നിങ്ങളൊരു സാധാരണ മനുഷ്യനാണ്, പ്രത്യേകിച്ച് നിങ്ങൾ ഇതിനൊന്നും വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ നോർമൽ ബോഡി ആൻഡ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഫൈൻ. നിങ്ങളുടെ വജൈനയുടെ ഷേപ്പ് നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, വല്ലപ്പോഴും ഒന്ന് മിറർ എടുത്ത് നോക്കുക. അതൊന്നും ഒരു തെറ്റില്ല കേട്ടോ. മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് തെറ്റാണ്, നീ നിൻ്റെ വജൈനൽ ഏരിയ നോക്കുന്നത് തെറ്റാണ്, നീ അവിടെ ടച്ച് ചെയ്യുന്നത് തെറ്റാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോഡി എക്സാമിൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല. അതെന്തൊരു വലിയ തെറ്റാണെന്നാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിൻ്റെ മറ്റേ കാര്യങ്ങളെല്ലാം ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ബോഡി എക്സാമിൻ ചെയ്യുന്നത് ഒരു തരത്തിലും തെറ്റായിട്ടുള്ള കാര്യമല്ല. എക്സ്പ്ലോർ യുവർ ബോഡി, അതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾക്ക് UTI ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. അതിൻ്റെ ഡിസ്ചാർജിൻ്റെ കളർ എന്താണെന്നുള്ള കാര്യം നോക്കുക. ആൻഡ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പാൻറ്റീസ് എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും പഠിപ്പിച്ച് വയ്ക്കുക. ഓക്കെ, ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സയൻറ്റിഫിക്കലി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ആധികാരികതയോടുകൂടെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇതിൽ നമ്മൾ പറ്റുകയാണെങ്കിൽ അതിൻ്റെ സയൻറ്റിഫിക് ടേംസും അതേപോലെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവണം എന്നുള്ളതുകൊണ്ടാണ് ഈ വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഐ എം നോട്ട് എ ഡോക്ടർ, ഐ എം ജസ്റ്റ് എ ലൈഫ് സ്റ്റൈൽ ട്രെയിനർ. ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിളിച്ച് പറയുന്ന സമയത്ത്, ഈവൺ എൻ്റെ അടുത്ത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ വരെ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുമ്പോൾ നമ്മൾ പറയും ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല, നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുന്നു പറയുമ്പോൾ എന്തേലും ചെയ്തിട്ട് ശരിയാക്ക്, ഈ എന്തേലും പറഞ്ഞിട്ട് നിനക്ക് നോക്ക്, നിനക്ക് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ലൈഫ് സ്റ്റൈൽ ട്രെയിനർ എന്ന് പറയുന്നത് ഒരിക്കലും ഡോക്ടർ അല്ല. ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഒരു ബേസിക് അവയർനെസ് മാത്രമാണ്. അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറിനെ കാണാം. ഐ എം നോട്ട് എ ഗൈനക്കോളജിസ്റ്റ്, ഐ എം ജസ്റ്റ് എ ലൈഫ് സ്റ്റൈൽ ട്രെയിനർ. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് അയച്ചു കൊടുക്കുക. എത്രയൊക്കെ ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടുപോകുന്നുണ്ടല്ലോ. സോ ഇങ്ങനെ ഉപകാരപ്പെടുന്ന വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. കീപ് സപ്പോർട്ടിങ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.